സത്യത്തില് ഞാനിവിടെ ഒരു വലിയ വീട്ടില്. ഏത് വലിയ വീട്ടില്? അത് പിന്നെ യതീന്ദ്രൻ പത്മ എന്നൊക്കെ പറഞ്ഞാൽ അറിയോ? ആ പിന്നെ കോടീശ്വരന്മാരല്ലേ? ആ അവിടുത്തെ ജോലിക്കാരിയാണോ? ആ അതെ. അപ്പൊ പിന്നെ വേറെ എന്താ നോക്കാനുള്ളത്? അത് റിസർവ് ബാങ്ക് അല്ലേ. പണത്തിന് എന്തെങ്കിലും വീഴ്ച വന്നാ ഇടപെടാൻ നമുക്ക് സ്ഥലമുണ്ടല്ലോ. അയ്യോ ചേട്ടാ, അവിടെ ആരും അറിയരുത്. ഞാൻ തരുന്ന പണവും അതിന്റെ പലിശയും കൃത്യമായിട്ട് എത്തുകയാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവം തമ്പുരാനും അല്ലാതെ ഈ കാര്യം ആരും അറിയില്ല. അതല്ലെങ്കിൽ പിന്നെ ആരെയൊക്കെ അറിയിക്കണമെന്നുള്ളത് എന്റെ തീരുമാനമാണ്. ഓക്കെ ആണോ? ഓക്കെ. $2 ലക്ഷം രൂപയുണ്ട്. എണ്ണി നോക്കുന്നെങ്കിൽ പണം എണ്ണി നോക്കിക്കോ. വേണ്ട. അപ്പൊ ഇന്ന് 22-ാം തീയതി, അടുത്ത 22-ാം തീയതി പലിശ കിട്ടിയിരിക്കണം. ഇവിടെ കൊണ്ടുവന്നാ മതി. ഞാനും എന്റെ പിള്ളേരും ഇവിടെ ഉണ്ടാവും. എന്നാ പിന്നെ ആയിക്കോട്ടെ, നിങ്ങക്ക് തിരക്കല്ലേ, എനിക്കും ജോലിയുണ്ട്. വലിയ ഉപകാരം. ഞങ്ങളിന്ന് ഇറങ്ങിക്കോട്ടെ. അണ്ണോ, 2 കൊള്ളാലോ. കൊള്ളാം, പക്ഷേ ആർത്തി പാടില്ല. ലക്ഷണം കണ്ടിട്ടേ അവരിനി ഇവിടെ നിരന്തരമായിട്ട് വരും. പെൺപിള്ളേരെ ശേഖരൻ ആരാണെന്ന് ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ ദൈവമേ, കൊച്ചുങ്ങളുടെ തവണയൊന്ന് മുടക്കി തന്നേക്കണേ.